നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിന്റെ ഉദ്ഘാടന ചടങ്ങിന് മുൻപ് വിശുദ്ധ പത്രോസിന്റെ കസേര കാണാനെത്തി ഫ്രാൻസിസ് പാപ്പ. ചടങ്ങിലെ വിശുദ്ധ കുർബാനയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് മുൻപാണ് വിശുദ്ധ പത്രോസിന്റെ കസേരയുടെ തിരുശേഷിപ്പ് പാപ്പ സന്ദർശിച്ചത്. ബുധനാഴ്ച രാവിലെ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രാരംഭ കുർബാനയ്ക്ക് മുമ്പ് ഫ്രാൻസിസ് പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഓട്ടോബോണി സക്രാരിയിലേക്ക് എത്തിച്ചേരുകയും അവിടെ വിശുദ്ധ പത്രോസിന്റെ പ്രഥമ സ്ഥാനത്തെ പ്രതീകപ്പെടുത്തുന്ന തടി കൊണ്ടുള്ള പുരാതന സിംഹാസനം കാണുകയും ചെയ്തത്. ഒക്ടോബർ 6-ന് മെക്സിക്കോ സിറ്റിയിലെ ഗ്വാഡലൂപ്പ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി റാലി. സ്ത്രീകൾക്കും ജീവനും അനുകൂലമെന്ന ആപ്തവാക്യവുമായി പ്രാദേശിക സമയം രാവിലെ 10:30-ന് കുഹാറ്റമോക് മുനിസിപ്പാലിറ്റിയിലെ ഗൊറാസ്റ്റിസ ഗാർഡനിൽ ആരംഭിക്കുന്ന റാലി ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ച് ഗോഡലൂപ്പയിലെ മരിയൻ ബസിലിക്കയിൽ എത്തിച്ചേരും. ഇതേ ദിവസം രാജ്യത്തെ 80-ലധികം നഗരങ്ങളിൽ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. 10 ലക്ഷത്തിലധികം മെക്സിക്കൻ വിശ്വാസികൾ ഇതിനു പിന്തുണയുമായി എത്തുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. 2007 മുതൽ മെക്സിക്കോ സിറ്റിയിൽ മാത്രം 8,64,750 കുഞ്ഞുങ്ങൾ ഗർഭചിത്രത്തിന് ഇരയായി അടുത്തിടെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 5ാമത് ആർച്ച് ബിഷപ്പായി നിയമിതനായ മാർ തോമസ് തറയലിന്റെ സ്ഥാനാരോഹണം 31-ന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ പള്ളിയിൽ നടക്കും. മെത്രാപ്പോലിത്തൻ പള്ളി അങ്കണത്തിൽ സജ്ജമാക്കുന്ന പന്തലിൽ രാവിലെ 9-ന് ആരംഭിക്കുന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, പാല ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് എന്നിവർ സഹകാർമ്മികരാകും. തുടർന്ന് മാർ തോമസ് തറയലിന്റെ മുഖ്യ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. 17 വർഷം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോസഫ് പെരുന്തോട്ടം വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ ആർച്ച് ബിഷപ്പായി മാർ തോമസ് തറയലിനെ സീറോ മലബാർ സഭ സിനഡ് തെരഞ്ഞെടുത്തത്. അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഇറ്റാലിയൻ വൈദികനെ സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ ഓഫീസിലേക്ക് നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ. നിർധനരായ യുവജനങ്ങളെ സഹായിക്കുന്ന ഫൗണ്ടേഷന്റെ പ്രസിഡന്റായ ഫാദർ സാമുവൽ സംഗലിയെയാണ് പുതിയ രൂപതകൾക്കായുള്ള ഓഫീസ് ഭരണത്തിന്റെ ചുമതലയുള്ള വത്തിക്കാനിലെ സുവിശേഷവൽക്കരണ ഡിക്കാസ്റ്ററിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി പാപ്പ നിയമിച്ചിരിക്കുന്നത്. നേരത്തെ ഇതേ വിഭാഗത്തിൽ അണ്ടർ സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. 2022-ലാണ് പെഡ്രിക്കേറ്റ്സ് ഇവാഞ്ചലിയം എന്ന അപ്പസ്തോലിക ഭരണഘടന പ്രകാരം വത്തിക്കാനിലെ സുവിശേഷവൽക്കരണത്തിനുള്ള ഡിക്കാസ്റ്ററി രൂപീകരിച്ചത്. തമിഴ്നാട് ഗവർണർ RN രവി ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ നടത്തിയ പരാമർശത്തെ അപലപിച്ച് തമിഴ്നാട് ബിഷപ്സ് കൗൺസിൽ ബ്രിട്ടീഷ് സർക്കാർ മിഷണറിമാർക്കൊപ്പം ഭാരതത്തിന്റെ സ്വത്വം നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഭാരതത്തിന്റെ ആത്മാവിനെ കൊല്ലാൻ അവർ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇല്ലാതാക്കുകയായിരുന്നുവെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പുതിയ ഐഡന്റിറ്റി നൽകാൻ അവർ ചരിത്രം കെട്ടിച്ചമച്ചിരിക്കുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഗവർണറുടെ പ്രസ്താവനയെ അപലപിച്ച് തമിഴ്നാട് ബിഷപ്സ് കൗൺസിലും തമിഴ്നാട് ലാറ്റിൻ ബിഷപ്സ് കൗൺസിലും രംഗത്തു വന്നു. ഇതോടുകൂടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.